പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. സഹപാഠികളിൽ നിന്ന് മാനസിക പീഡനമുണ്ടായെന്ന് അമ്മുവിന്റെ സഹോദരൻ പറഞ്ഞു. അമ്മുവിന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കും സഹപാഠികൾക്കും പങ്കുണ്ടെന്നാരോപിച്ച് കുടുംബം രംഗത്തെത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരം സ്വദേശി അമ്മു എസ് സജീവ് ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചത്. പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അമ്മു സജീവ്. വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി അമ്മുവിന്റെ കുടുംബം കേട്ടത് അവളുടെ മരണവാർത്തയാണ്. അമ്മുവിന്റെ മരണം ആത്മഹത്യയെന്ന് കോളേജ് അധികൃതർ പറയുന്നെങ്കിലും സംഭവത്തിൽ കുടുംബം ദുരൂഹത ആരോപിക്കുന്നു. തിരുവനന്തപുരം ചാരുമൂട് സ്വദേശിനിയാണ് അമ്മു. അമ്മുവിന്റെ മരണത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും ആ കുടുംബവും നാട്ടുകാരും. ഹോസ്റ്റലിന്റെ മുകളിൽ നിന്നും ചാടിയാണ് അമ്മു മരണപ്പെട്ടതെന്ന് കോളേജ് അധികൃതർ പറയുന്നു. എന്നാൽ അമ്മു ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ലെന്നും സംഭവത്തിന് പിന്നിൽ അമ്മുവിന്റെ സഹപാഠികളാണെന്നുമാണ് കുടുംബം പറയുന്നത്. സഹപാഠികൾ പലപ്പോഴും അമ്മുവിനെ മർദ്ദിക്കാൻ ശ്രമിക്കുമായിരുന്നു. സഹപാഠികളുടെ പീഡനം വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കിയെന്ന് സഹോദരൻ അഖിൽ പറയുന്നു. അമ്മുവിനെ ഇവരെല്ലാരും കൂടെ ഗ്രൂപ്പായിട്ട് റാഗ് ചെയ്യുകയും ഹറാസ് ചെയ്യുകയും ചെയ്തു. വീടിനകത്ത് റൂമിനകത്ത് തള്ളിക്കയറാൻ വന്നു. ഇവരെല്ലാം കൂടെ കൊന്നതാണ്. കോളേജും അവരും പിള്ളേരും എല്ലാവരും കൂടെ ഇത് മനഃപൂർവ്വം കെട്ടിയടക്കാൻ നോക്കുന്നതാണ്. കോളേജിൽ നിന്നും ഡിസംബറിൽ ടൂർ പോകാനായി തീരുമാനമായിരുന്നു. അമ്മുവിനെയാണ് ടൂർ കോർഡിനേറ്ററായി തിരഞ്ഞെടുത്തത്. അന്നു മുതലാണ് അമ്മുവിന് നേരെയുള്ള സഹപാഠികളുടെ നിരന്തര ഉപദ്രവം തുടങ്ങിയതെന്നാണ് അമ്മുവിന്റെ അമ്മ പറയുന്നത്. ചെയ്യാത്ത പല കുറ്റങ്ങൾക്കും അമ്മുവിനെ കുറ്റാരോപിതയാക്കി. പലപ്പോഴും ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കയറി. റാഗിംഗ് ഹോസ്റ്റലിൽ പതിവാണെന്നും പലവട്ടം അമ്മു തങ്ങളോട് പരാതി പറഞ്ഞിട്ടുണ്ടെന്നും അമ്മ പറയുന്നു. മെഡിക്കൽ ക്യാമ്പ് നടത്തിയപ്പോഴേക്കും 88,000 രൂപ ഇവർക്ക് ബാലൻസ് വന്നു. 88,000 രൂപ ബാലൻസ് വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇവരെല്ലാവരും കൂടെ കൂടി അത് ഈ ഗാങ് ലീഡേഴ്സ് എല്ലാവരും കൂടെ പറഞ്ഞ് ഇനി നമുക്ക് അത് പ്രിൻസിപ്പളിനോട് നമുക്ക് പറയണ്ട, അത് നമുക്ക് ടൂറിന് പോകുമ്പോഴേക്കും എല്ലാവർക്കും കൂടെ കൂടി വീതിച്ചെടുക്കാമെന്ന് പറഞ്ഞു. അതിന് കുറച്ച് പൈസ മതിയല്ലോ ഒന്ന്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ടൂറിന് പോകുന്നില്ലല്ലോ. അപ്പോൾ ഇവള് പറഞ്ഞു അത് പറ്റൂല, എൻ്റെ പൈസ എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഞാൻ ടൂറിന് വരുന്നില്ല, നിങ്ങളുടെ ബസ്സിലേ പറഞ്ഞതല്ലേ എന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 82,000 രൂപയുടെ എന്തായാലും നമ്മൾ പറയൂലേ ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പം. അപ്പം പറഞ്ഞു കഴിയുമ്പോഴേക്കും അത് അവർക്ക് കുട്ടികൾക്കും എല്ലാവർക്കും പ്രശ്നമാണ്. അതിനുവേണ്ടി എന്റെ കുഞ്ഞിനെ അപായപ്പെടുത്തിയതാണെന്നാണ് എനിക്ക് എന്റെ ഇത് മനസ്സിലായി. അധ്യാപകരുടെ അറിവോടുകൂടിയാണ് പലപ്പോഴും കോളേജ് ഹോസ്റ്റലിനുള്ളിൽ റാഗിംഗ് നടന്നത്. സഹപാഠികളുടെ ഭീഷണിയും ക്രൂരതയും അമ്മുവിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. സംഭവത്തിൽ പത്തനംതിട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. കോളേജിലെ തന്റെ സഹപാഠികളുടെ പല കള്ളത്തരങ്ങളും അമ്മുവിന് അറിയാമായിരുന്നു. ഇതെല്ലാം പുറത്തു വരുമോ എന്ന് അവർ ഭയന്നിരുന്നു. തന്റെ ക്ലാസ്സിലെ 3 സഹപാഠികൾക്കെതിരെയാണ് അമ്മു നിരന്തരം പരാതികൾ പറഞ്ഞിട്ടുള്ളത്. അമ്മുവിന്റെ മരണത്തിൽ അവർക്ക് പങ്കുണ്ട്. ആ പങ്ക് പുറത്തു വരണമെന്നതാണ് അമ്മുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയോടൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.